ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏലിയാസ് ലീവ മൂശക്കാലത്തിൻ്റെ 4-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന ദിവസം വചനവിചിന്തനത്തിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഒരു കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് വചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിജാതിയായ ഒരു കാനാൻകാരി സ്ത്രീ ഈശോ കടന്നു പോകുന്ന വഴിയിൽ അവനെ കാണുവാനായെത്തി അവൻ്റെ പക്കൽ നിന്ന് വിശ്വാസം ധൈര്യത്തോടുകൂടി ചോദിച്ചു വാങ്ങുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. ഇതിലൂടെ കർത്താവ് 3 സന്ദേശങ്ങളാണ് നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായി, അചഞ്ചലമായ വിശ്വാസം അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുക, ഒരു കാനാൻകാരി സ്ത്രീ, വിജാതിയായ ഒരു സ്ത്രീ ഈശോയിലുള്ള തൻ്റെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തൻ്റെ മകളുടെ പൈശാചിക ബാധ അവൻ്റെ വാക്കിനാൽ ഇല്ലാതാക്കണമെന്ന് അവനോട് യാചിക്കുമ്പോൾ കർത്താവ് തന്നെ അവൾക്ക് സമ്മതമായ, അവൾക്ക് യോഗ്യമായ മറുപടിയല്ല നൽകുന്നത്. ഞാൻ ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അതുപോലെ തന്നെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നായയോട് പോലും അവളെ ഉപമിച്ച് അത്രമാത്രം തിരസ്കൃതമായ അവസ്ഥയിലൂടെയാണ് ആ സ്ത്രീ കടന്നു പോവുക. എങ്കിലും കർത്താവിലുള്ള ഒരേ ഒരു വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം, അവൻ്റെ വാക്കിലും അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ, അവൻ വാക്ക് പറഞ്ഞാൽ എൻ്റെ മകൾ ഭേദമായിക്കൊള്ളും, അവളുടെ രോഗം എന്നേക്കുമായി ഇല്ലാതായിക്കൊള്ളും എന്നുമുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസം ആ മകളിൽ ഏറ്റവും ആർജവത്വത്തോടെ ആയിരുന്നപ്പോൾ കർത്താവിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങാനായി ആ മകൾക്ക് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കാനാൻകാരി സ്ത്രീ നമുക്ക് കാണിച്ചു തരുന്ന ഒന്നാമത്തെ സന്ദേശം, തമ്പുരാൻ്റെ മുൻപിൽ എളിമയോടുകൂടി, തമ്പുരാൻ്റെ മുൻപിൽ ഹൃദയത്തിൽ ഒരിക്കലും വ്യതിചലിക്കാത്ത അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവം നടത്തിത്തരുമെന്നുള്ളതാണ്. എന്നാൽ നമ്മളിൽ പലരുടെയും നമ്മളുടെ വിശ്വാസത്തിലുള്ള നമ്മളുടെ പ്രത്യേകതകൾ പലപ്പോഴും ചെറിയ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഒരു പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ചെന്ന് എന്നാൽ അത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ പ്രാർത്ഥന നിർത്തിക്കളയുന്നവരാണ്. എന്നാൽ ഈ സ്ത്രീ ആ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് തന്നെ പരിത്യക്തയായിട്ടും വിശ്വാസത്തോടെ പിടിച്ചു നിന്ന് അനുഗ്രഹം വാങ്ങിയെടുത്തതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരു രോഗമായിക്കൊള്ളട്ടെ, ഒരു കടബാധ്യതയായിക്കൊള്ളട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, മാനസികമായ സംഘർഷങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണോ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ വരുന്നത്, ആ നിമിഷം മനസ്സ് മടുവിച്ച് തമ്പുരാൻ്റെ പക്കൽ നിന്ന് പോകുന്നവരായി, നിരാശയോടെ പോകുന്നവരായി നമ്മൾ മാറാതെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് കടന്നു പോകുന്നവരായി നമ്മൾ മാറണം. ആ പ്രതീക്ഷ, അചഞ്ചലമായ വിശ്വാസത്തോടുള്ള പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ഈ മകൾ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി, ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ കാണുക, ഈശോ തൻ്റെ രക്ഷ വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി മുഴുവനും വേണ്ടിയാണ് എന്നുള്ളതാണ്. ഈ ലോകത്തിന് വേണ്ടി മുഴുവനുമായിട്ടാണ് കർത്താവ് വന്നത് എന്നുള്ള ആ ഒരു നിത്യമായ സത്യം ഈ കാനാൻകാരി സ്ത്രീയിലൂടെ ഈശോ ഇന്ന് പ്രഘോഷിക്കുകയാണ്. ഈ മകള് ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ഈശോ അവളോട് പറയുന്നത്, ഞാൻ ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം, ഇസ്രായേൽക്കാരുടെ രക്ഷ കൊടുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്, വിജാതിയർക്ക് വേണ്ടിയിട്ടല്ല. എന്നാൽ ഈ മകൾ പറയുന്നത്, യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കൾ പോലും ഭക്ഷിക്കുന്നുണ്ടല്ലോ, അതുപോലെയെങ്കിലും എന്നെ കണ്ടാൽ മതിയെന്ന് പറയുമ്പോൾ ഈശോ അതിലൂടെ ഈ ലോകത്തിലേക്ക് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും നന്മയുടെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വലിയ വചനങ്ങൾ പങ്കുവെക്കുകയാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ ഈശോയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാൻ ഒന്നിനും തടസ്സമല്ല എന്നുള്ള ആ ഒരു നിത്യമായ സാർവത്രികമായ ക്രൈസ്തവ സഭയുടെയും വിശ്വാസത്തിൻ്റെയും മാനം, ഈശോ ഈ ലോകത്തിന് വേണ്ടി മുഴുവനുമായിട്ട് കടന്നു വന്നവനാണ് എന്നുള്ള ആ സാർവത്രികമായ മാനം ഈ ഒരു മകളിലൂടെ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ച് പ്രഘോഷിക്കുകയാണ് ഈശോ ചെയ്യുക. അതിനാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലായിരിക്കുമ്പോഴും ഇപ്രകാരമുള്ള പാർശ്വവൽക്കരിക്കപ്പെടലുകൾ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല.
വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ നിറത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഏതിൻ്റെ പേരിലാണെങ്കിലും ആരെയും മാറ്റി നിർത്തുവാനോ ആ തമ്പുരാൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്നത് അത് ഒഴിവാക്കാൻ നമുക്കൊരിക്കലും അവകാശമില്ല. അവരെല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്. എല്ലാവരും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് വന്ന് അത് ജീവിതത്തിൽ സ്വീകരിക്കുവാനും യോഗ്യരാണ് എന്നുള്ള ചിന്തയോടുകൂടെ എല്ലാവരെയും ഒരേ മനസ്സോട് കാണുവാൻ, എല്ലാവരും ഒരേ ആ മനുഷ്യൻ എന്ന സങ്കല്പത്തിൽ കാണുവാനും ഉള്ള വലിയ കൃപയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈശോ കാണിച്ചു തന്ന ആ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു സാർവത്രികമായ മാനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ കാണിച്ചു തരുന്നത്, ആരുടെ ജീവിതത്തിലാണോ എളിമയോടുകൂടെ ശ്രവിക്കാൻ സാധിക്കുന്നത് അവർ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുക എന്നുള്ളതാണ്. വാക്കുകൾ ശ്രവിക്കാൻ, അത് ക്ഷമയോടെ കേൾക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. ആ കാനാൻകാരി സ്ത്രീ ഈശോയുടെ സന്നദ്ധിയിൽ വരുമ്പോൾ ഈശോ വാക്കുകൾ കൊണ്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ആ മകൾ അത് കേട്ടു. അതുപോലെ തന്നെ ആ മകൾ വീണ്ടും ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുമ്പോൾ, നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ ഈശോ പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ആ മകൾ പറയുകയാണ്, ക്ഷമയോടെ അത് ശ്രവിച്ചതിന് ശേഷം പറയുകയാണ്, യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് പോലും നായ്ക്കൾ പോലും ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന്. സ്നേഹമുള്ളവരെ, ക്ഷമയോടെയുള്ള ഒരു സംഭാഷണം, ക്ഷമയോടെ കേൾവിയോടെയും പ്രത്യുത്തരത്തോടെയും കടന്നു പോകുന്നിടത്താണ് അനുഗ്രഹങ്ങൾക്ക് സാധ്യതയുള്ളത് എന്ന് ഈശോ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നായയോട് പോലും ഉപമിച്ചിട്ടും അവൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കോപിക്കുകയോ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് വിട്ടുപോവുകയോ ആ നിരാശപ്പെടുകയോ ഒന്നുമില്ലാതെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ക്ഷമയോടെ അവൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് അവൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കി മാത്രം പോകണമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തോടെ ക്ഷമയോടെ കേട്ടിരിക്കാനായിട്ട് തയ്യാറായപ്പോൾ അവളുടെ ജീവിതത്തിൽ ഈ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമയോടെയുള്ള കാത്തിരിപ്പുകൾ, അത് വിശ്വാസ ജീവിതത്തിലാണെങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലാണെങ്കിലും അതിന് തീർച്ചയായും അർത്ഥവുമുണ്ട്, ആഴവുമുണ്ട്. ആ ഒരു വലിയ സത്യത്തിലേക്കാണ് ഈശോ നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുക. ജീവിതത്തിൽ നിരാശരായി പോകാതെ, തമ്പുരാൻ്റെ സന്നദ്ധിയിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് നിരാശരായി പോകാതെ പ്രത്യാശയോടെ കടന്നു പോകാൻ ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഓടിയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നടന്നും തൂവലുകൾ കൊഴിഞ്ഞിട്ടും ചിറകടിച്ചു വീഴുന്ന കഴുകന്മാരെ പോലെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെയും അപേക്ഷയോടെയും തമ്പുരാൻ്റെ മുൻപിൽ എളിമയോടെയും നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്താനുള്ള വഴികൾ ദൈവം തന്നെ തെളിക്കുമെന്ന് ഈ കാനാൻകാരി സ്ത്രീയിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത് പിടിച്ചു വാങ്ങുന്നവരായി മാറാൻ ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിൽ നമ്മളുടെ എളിയ ഹസ്തങ്ങൾ ഏറ്റവും ക്ഷമയോടെ നീട്ടുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അതിന് ഈ കാനാൻകാരി നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.